ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് വെണ്ടയ്ക്ക. എന്നാൽ വെണ്ടയ്ക്ക അധികം ആൾക്കാർക്കൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണല്ലേ. എന്നാൽ ഇത് കഴിച്ചിട്ടുള്ള ഗുണങ്ങൾ ചില്ലറയൊന്നും അല്ല കേട്ടോ. വൈറ്റമിൻസ്, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, അതുപോലെ തന്നെ ഉയർന്ന അളവിൽ നാരും ഇതൊക്കെ നമ്മുടെ വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷെ അധികം കുഴഞ്ഞു പോകാണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു 10-15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാണ്ട് ഫുൾ നമ്മൾ തുടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകാണ്ട് നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ പച്ചമുളക് അത് നടുവേ കീറിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മുടെ ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ 2 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൊരിയിച്ചെടുക്കാവുന്നതുണ്ടോ. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവേണ്ടവർക്ക് അങ്ങനെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ടോടെ നമ്മളെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.